ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനും വിധികർത്താക്കൾക്കും ഇവിടെയുള്ള എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ കുമ്പസാരവും അതിന്റെ പ്രാധാന്യവും ഈ വിഷയത്തെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ പങ്കുവെക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ സഭയിലെ 7 കൂദാശകളിൽ ഒന്നാണ് വിശുദ്ധ കുമ്പസാരം. കൺഫസർ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നുണ്ടായതാണ് പാപമോചനം എന്നർത്ഥം വരുന്ന കുമ്പസാരം എന്ന പദം. പിഴമൂളൽ എന്നാണ് പണ്ട് കാലങ്ങളിൽ ഇതേ പറഞ്ഞിരുന്നത്. കൂട്ടുകാരെ, എന്താണ് വിശുദ്ധ കുമ്പസാരം? വിശ്വാസികൾ പാപമോചനത്തിന് വേണ്ടി പട്ടക്കാരുടെ മുൻപിൽ മുട്ടുകുത്തി അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമാണിത്. പാപത്താൽ വിനീതമായ ആത്മാവിനെ സൗഖ്യവും ദൈവപ്രസാദവും തിരികെ കൊടുക്കുകയാണ് ഈ കൂദാശയുടെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് നമ്മൾ പുരോഹിതന്മാരുടെ മുൻപിൽ കുമ്പസാരിക്കുന്നത്? ഭൂമിയിൽ പാപമോചനം നൽകുവാനുള്ള അധികാരം ദൈവം പുരോഹിതന്മാർക്കാണ് നൽകിയിട്ടുള്ളത്. വിശുദ്ധ യോഹന്നാൻ 20:23 പറയുന്നു, ആരുടെ പാപം നിങ്ങൾ മോചിക്കുന്നുവോ അത് നിങ്ങൾക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപം നിങ്ങൾ നിർത്തുന്നുവോ അത് നിങ്ങൾക്ക് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് കുമ്പസാരത്തിലൂടെ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുകയും അതിലൂടെ ആത്മീക വികാസങ്ങൾ സാധ്യമാക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നമ്മൾ കുമ്പസാരിക്കേണ്ടത്? അതിനുവേണ്ടി 7 പ്രധാന കാര്യങ്ങളാണ് നിങ്ങളുടെ കൂടെ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വയം പരിശോധന. വിശുദ്ധ കുമ്പസാരം ചെയ്യുന്നവർ സ്വയമേ അവർ ചെയ്ത കുറ്റങ്ങളും പാപങ്ങളും കണ്ടു മനസ്സിലാക്കുവാനാണ് ഇത്. അനുതാപം. ഓർത്ത പാപങ്ങളെ കുറിച്ച് ഉള്ളുരുകി അനുദപിക്കുന്നതിനാണ് ഇത്. പ്രതിജ്ഞ. അനുദപിച്ച പാപങ്ങൾ മേല ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് നിശ്ചയിക്കുന്നതിനാണിത്. ഏറ്റുപറച്ചിൽ. ഓർത്ത് ദുഃഖിച്ച പാപങ്ങളെ പട്ടക്കാരന്റെ മുൻപിൽ മുട്ടുകുത്തി ഒരു രോഗി തന്റെ വൈദ്യന്റെ അടുത്ത് അവന്റെ രോഗസ്ഥിതി മുഴുവനായി ഒന്നും മറച്ചു വെക്കാതെ പറയുന്നത് പോലെ തന്നെ. പാപമോചനം. കുമ്പസാരത്തിന്റെ അവസാനത്തിൽ